ഇലക്ട്രിക് കാറ് ഒരു ഡീസൽ കാറിന് പകരമാവോ എന്ന് ആലോചിക്കണം. എൻ്റെ മെയിൻ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് കൊച്ചിയിൽ നിന്ന് നേരെ നാട്ടിൽ ചെറുതുരുത്തി പോവുക, തിരിച്ചിവിടെ വരിക, അവിടുത്തെ അറ്റകുറ്റ ഓട്ടങ്ങളൊക്കെ നടക്കുക. അപ്പോൾ 491 കിലോമീറ്ററാണ് ഇവർ ഇതിന് പറയുന്ന റേഞ്ച് എന്ന് പറയുന്നത്, 51.4 കിലോമീറ്റർ. ഓക്കെ, എനിക്ക് തോന്നുന്നു ഒരു 400 കിലോമീറ്ററൊക്കെ ഈസിലി അച്ചീവബിൾ ആണ്. അത് അച്ചീവബിൾ ആണോ എന്നുള്ളതാണ് നോക്കാനുള്ളത്. ഒറ്റ ചാർജിൽ പോയിട്ട് വന്നാൽ സംഗതി ചെതറി. അതല്ല, ഒന്ന് ചാർജിന് കുഴപ്പമില്ല, ടോപ്പൊന്നും കുഴപ്പമില്ല. അപ്പോൾ ഈ 7 സീറ്റർ കൊണ്ട് നമ്മളിന്ന് പോവുകയാണ്. ഇതിൻ്റെ റേഞ്ച് പരിശോധിക്കണം. ഇത് ഒരു ഡീസൽ കാറിന് പകരമാവുമെന്ന് അറിയണം. അല്ല അതി പോവാം. EV എന്നുള്ള മെനു കണ്ടോ? ഈ EV മെനു ആണെങ്കിൽ പവർ ഓൺ ചെയ്യണം. ഓക്കെ, ഓൺ ചെയ്യാലോ. അപ്പോൾ ഇവിടെ നമുക്ക് കാണാം 324 കിലോമീറ്ററാണ് ഇതിലിപ്പോൾ കാണിക്കുന്നത്. അത് AC ഓഫ് ചെയ്യുകയാണെങ്കിൽ 424 കിലോമീറ്റർ. ഈ 324 കിലോമീറ്റർ വന്നേക്കുന്നത് ഇത് മുമ്പ് ഓടിച്ചിട്ടുള്ള ആളുടെ ആ ഒരു സംഗതിയില്ല. അപ്പോൾ ഞാൻ ഓടിക്കുമ്പോൾ ഇതെല്ലാം മാറും കേട്ടോ, ഉറപ്പായിട്ടും മാറും. അപ്പോൾ ഇതാ 97% ബാറ്ററി ഉണ്ട്. 97% ബാറ്ററിയാണ് നമ്മുടെ അഭ്യാസം തുടങ്ങുന്നത്. ഞാൻ എല്ലാം സീറോ ആക്കിയിട്ടുണ്ട്, ഒക്കെ സീറോ ആക്കിയിട്ടുണ്ട്. ആദ്യത്തെ സ്റ്റോപ്പ് ബ്രേക്ക്ഫാസ്റ്റ് ആണേ. അത് ഇന്ത്യൻ കോഫി ഹൗസിലാണ്. 53 കിലോമീറ്റർ നമ്മൾ ഓടി. 8.4 കിലോമീറ്റർ പെർ കിലോ വാട്ട് അവർ ആയിട്ടുണ്ട്. നല്ല റേഞ്ചാണ്. ഇപ്പോൾ ഓടിക്കാൻ നല്ല രസം ഉള്ളതുപോലെ തന്നെ റേഞ്ചും ഉണ്ട്. ഞാൻ അഡാപ്റ്റീവ് ക്രൂസ് കൺട്രോളില്ല, എനിക്ക് വേസ്റ്റ് കിട്ടർ വളരെ സൂപ്പറായിട്ട് കീപ്പ് ചെയ്ത് ഓടിച്ചു വന്നാണ്. രാവിലെ ആ റിവേഴ്സിൻ്റെ സൗണ്ട് ഉണ്ട്. നൂറ് കിലോമീറ്റർ ഓടിയിട്ട് ഞങ്ങൾ ആറങ്ങോട്ടിലെത്തി ചായ കുടിക്കാൻ നിർത്തിയേക്കാണ്. ഇവിടുന്ന് പള്ളിക്കരയ്ക്ക് പോകും. അപ്പോൾ ഇതുവരെയുള്ള ഓട്ടത്തിലെ കിലോമീറ്റർ വാട്ട് അവർ എന്ന് കാണിക്കാം. കിലോ വാട്ട് അവർ എത്ര എടുക്കുന്നുള്ളത് 8.5 കിലോമീറ്ററാണ് കിലോ വാട്ട് അവറിൽ പോകുന്നത്. നല്ല എഫിഷ്യൻ്റ് ആണല്ലേ. ബാക്കി അടുത്ത കിലോമീറ്റർ കാണിക്കാം. ഇനി ബാക്കി പോകുന്നത് 273 കിലോമീറ്ററാണ്. അപ്പോൾ 106 കഴിഞ്ഞു. 273 380 അപ്പോൾ ഈസിലി കിട്ടുന്നത് തെളിവായിട്ടുണ്ട്. അങ്ങനെ വീട്ടിലെത്തി. കിലോമീറ്റർ നോക്കിയാൽ 172. ഇനി 181 കിലോമീറ്റർ പോകാനുള്ള റേഞ്ച് ബാക്കിയുണ്ട് കേട്ടോ. അതായത് ഇതേത് മോഡാ? ഈക്കോ മോഡിലാണേ. റീജനറേഷൻ എന്ന് പറയുന്നത് 1 ആണ്, ലെവൽ 1. നാളെയാണ് ഇവിടുത്തെ പൂരം. അതിൻ്റെ ഒരുക്കം കളി കാണുന്നതൊക്കെ, പന്തലും സ്റ്റേജൊക്കെ. വീട്ടിൽ നിന്ന് 4-5 കിലോമീറ്റർ അകലെയുള്ള പൂരപ്പറമ്പ്, കോഴിമാമ്പറമ്പ്, അവിടേക്ക് ഒന്ന് പോയതാ. തലേന്ന് പോകുമ്പോൾ അവിടെ നമുക്ക് വണ്ടിയൊക്കെ കൊണ്ടിടാൻ പറ്റും. പിറ്റേ ദിവസം പറ്റില്ല, പൂരല്ലേ. അപ്പോൾ ഇവിടെ റൈഡുകളൊക്കെ വന്നിട്ടുണ്ട്, കുറേ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. രസമുണ്ട് കാണാനായിട്ട് കാര്യങ്ങളൊക്കെ. അപ്പോൾ വണ്ടി കൊണ്ട് പറമ്പിലൂടെ ഒന്ന് കറങ്ങി. ഓക്കെ, ഇതൊക്കെ റേഞ്ച് പോകുന്ന കാര്യങ്ങളാണെങ്കിലും കറക്കം മുഖ്യം ബിഗിലേ.
അന്ന് റിവ്യൂ ചെയ്യാൻ എടുത്തതിന് ശേഷം ഞാൻ ക്ലാവിസ് വ്യൂവിന് എടുത്തിട്ടില്ല. എനിക്ക് തോന്നി ഇതൊന്ന് ലോങ് ഡ്രൈവ് ചെയ്ത് നോക്കണമെന്ന്. 5GB ഒരു ടെസ്റ്റ് സമയത്ത് എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു. ഞാൻ കൊച്ചിയിൽ നിന്ന് എടുത്തിട്ട് പള്ളിക്കര എൻ്റെ വീട്ടിൽ പോയിട്ട് വീടിൻ്റെ അടുത്തുള്ള വിജയേട്ട കടന്ന് ചായ കുടിച്ചിട്ട് തിരിച്ച് വരണം. അത് തിരിച്ച് വരാനായിട്ട് പറ്റുന്നൊരു വണ്ടിയാണ് 5GB എന്ന് എനിക്ക് എന്നോട് ബോധിപ്പിക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ അത് നടന്നില്ല. കാരണം MVD ഇഷ്യൂസൊക്കെ കാരണം ടാറ്റയുടെ നോട്ടിഫിക്കേഷൻ ഉണ്ടായിരുന്നു കൊച്ചി വിട്ട് പോകരുത്, അല്ലെങ്കിൽ കൊച്ചി എന്ന് പറയുന്നത് എറണാകുളം ജില്ല വിട്ട് പോകരുത്. അതുകൊണ്ട് നമ്മൾ പോയില്ല. കിയ ക്ലാവിസ് EV ആയിട്ട് ഞാൻ അങ്ങനെ ഒരു പരീക്ഷണത്തിന് ഇറങ്ങി. അതായത് നാട്ടിൽ പൂരമായിരുന്നു, കോഴിമാമറം പൂരം എന്ന് കേട്ടോ. ആ പൂരം കാണാൻ വേണ്ടിയിട്ട് ഞങ്ങളെല്ലാവരും കൂടെ വണ്ടി എടുത്ത് വീട്ടിൽ നിന്ന് കൊച്ചിയിൽ നിന്ന് എടുത്തിട്ട് നാട്ടിൽ പോയി തിരിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ വണ്ടി ഞാൻ ഇപ്പോൾ ഈ ഒരു നിമിഷം വരെ 270 കിലോമീറ്ററോളം ഓടിച്ചു കഴിഞ്ഞു. ഈ 270 കിലോമീറ്റർ ഓടിച്ചപ്പോൾ ഇനി ബാക്കിയുള്ളത് 92 കിലോമീറ്റർ റേഞ്ചാണ്. അത് നോർമൽ മോഡിലാണ്. ഇപ്പോൾ ഈക്കോ മോഡൊക്കെ ആണെങ്കിൽ ഒരു 94 കിലോമീറ്റർ കാണിക്കുന്നുണ്ട്. വേണ്ട, നമുക്ക് 90 പറയാം. അപ്പോൾ 90 കിലോമീറ്റർ റേഞ്ചിന് ബാക്കിയുണ്ട്. അങ്ങനെ റേഞ്ച് ബാക്കിയുള്ള ഈ ഒരു വണ്ടി എനിക്ക് തോന്നുന്നു അങ്ങനെ കണക്ക് കൂട്ടിയാൽ 360-370 കിലോമീറ്റർ റേഞ്ചായിട്ട് മാറിയിട്ടുണ്ട് ആ ഒരു ഫുൾ ചാർജിൽ. ഹൈവേ ഡ്രൈവിങ്ങിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എനിക്ക് 8 km/kWh ആയിരുന്നു. ഇപ്പം അത് 7.6 km/kWh ആണ്. അതങ്ങനെ വരാൻ കാരണം എന്ന് പറയുന്നത് ഇപ്പോൾ നാട്ടിലെത്തുന്നതും തിരിച്ചു വരുന്നു ഹൈവേ കൂടെ. പക്ഷേ അവിടെ ചെന്ന് കഴിയുമ്പോൾ നോർമൽ ഡ്രൈവിംഗ് കണ്ടീഷനിലേക്ക് നമ്മളെത്തും. എന്ന് വെച്ചാൽ കടയിൽ പോകുന്നതും അല്ലെങ്കിൽ ചുമ്മാ കറങ്ങി നടക്കുന്നതും അല്ലെങ്കിൽ വെറുതെ വണ്ടി എടുത്ത് ഓടിക്കുന്നതൊന്നും നമ്മൾ ഹൈവേയിൽ ഓടിക്കുന്ന പോലെ ഒരു പർട്ടിക്കുലർ സ്പീഡിലല്ല. പിന്നെ റോഡെന്ന് പറയുന്നത് സ്മൂത്തായിട്ടൊന്നും കിടക്കില്ല. അവിടെ കൊണ്ടും കൂടി റോഡാണ്, ചവിട്ടേണ്ടി വരും, ബ്രേക്ക് ചെയ്യേണ്ടി വരും, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഒരു പ്രോപ്പറായിട്ടുള്ള ഡ്രൈവിംഗ് കണ്ടീഷനിൽ 4 ദിവസം ഞാൻ ഈ ക്ലാവിസ് EV കൊണ്ട് നടന്നു എന്നുള്ളതാണ്. 3 ദിവസം നടന്നു എന്നുള്ളതാണ്. അങ്ങനെ നടന്നപ്പോൾ എനിക്കിതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് തോന്നിയത് ഇത് കൂടെ കൊണ്ടു നടക്കാൻ പറ്റിയ വണ്ടിയാണ്. ഈ വണ്ടിയുടെ കൂടെ ജീവിക്കാൻ ഒരു ഫാമിലിക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല. കാരണം 7 സീറ്റിൻ്റെ വണ്ടി, 7 സീറ്റ് എന്ന് പറയുമ്പോൾ ഒരു 7 സീറ്ററാണ്. ഒരു 7 സീറ്ററിന് 400 കിലോമീറ്റർ കിട്ടുക എന്ന് പറയുമ്പോൾ നമ്മുടെ വീട്ടിൽ നിന്നാണ് ചാർജ് ചെയ്യുന്നതെങ്കിൽ ഇത് വളരെ എക്കണോമിക്കലായി. അതല്ല, ഒരാൾ തന്നെ ഉപയോഗിക്കുകയാണെങ്കിൽ ഇപ്പോൾ 400 കിലോമീറ്റർ ഒരു ചാർജ് കിട്ടുകയാണെങ്കിൽ നല്ല കാര്യമാണ്. റേഞ്ചിന് കാര്യം അവിടെ നിൽക്കട്ടെ. ഇത് ഓടിക്കുക എന്ന് പറയുമ്പോൾ ഇതിന് സിംഗിൾ പെഡൽ ഡ്രൈവിംഗ് ആണ്. ഇപ്പോൾ ഓട്ടോമാറ്റിക് എന്ന് പറയുന്ന വണ്ടി ആളുകളെ ഒറ്റക്കാലിൽ ഡ്രൈവിംഗ് ആക്കിയെന്ന് പറയുകയാണെങ്കിൽ EV എന്ന് പറയുന്ന ഇപ്പോൾ ഈ ഒരു EV പോലുള്ള EVകളൊക്കെ ഒരു പെഡൽ കൊണ്ട് ഡ്രൈവ് ചെയ്യാനുള്ള ലെവലാക്കി എന്ന് പറയേണ്ടി വരും. കാരണം നമ്മൾ കാലെടുക്കുമ്പോൾ വണ്ടി അങ്ങ് സ്റ്റോപ്പ് ആവും. നമ്മൾ ചുമ്മാ റീജനറേഷൻ മാറ്റുമ്പോൾ, റിക്യൂപ്പറേഷൻ മാറ്റുമ്പോൾ വണ്ടി ആ ഒരു സ്പീഡിലേക്ക് കയറി അങ്ങ് പോവും. അതായത് നമുക്ക് ഒറ്റക്കാലിൽ വണ്ടി ഓടിക്കാൻ പറ്റും. നിർത്തി കഴിഞ്ഞാൽ സ്റ്റോപ്പ് എന്ന് പറഞ്ഞിട്ട് വണ്ടി സ്റ്റോപ്പായി നിൽക്കുന്ന ഒരു സിമ്പിൾ കാണിക്കും. അപ്പോൾ ശരിക്കും ത്രോട്ടിൽ പെഡൽ മാത്രം അല്ലെങ്കിൽ ആക്സിലേറ്റർ പെഡൽ മാത്രം മതി ഈ വണ്ടി ഓടിക്കുക എന്നുള്ളത് എനിക്ക് ഇതിൻ്റെ ഒരു കൺവീനിയൻസ് ആയിട്ട് തോന്നി. പിന്നെ ഇതിൻ്റെ സ്റ്റിയറിംഗ് നല്ലതാണ്, ഇതിൻ്റെ ഒരു ഹാൻഡ്ലിംഗ് നല്ലതാണ്, ഇതിൻ്റെ ഒരു റൈഡ് ക്വാളിറ്റി എന്ന് പറയുന്നത് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അപ്പോൾ 3-4 കാര്യങ്ങളാണ് ഒരു വണ്ടി വാങ്ങുമ്പോൾ നമുക്ക് പ്രധാനമായിട്ടും വേണ്ടത്. ഒന്ന് ലുക്ക്. ഓക്കെ, ലുക്ക് സബ്ജക്റ്റീവാണ്, അത് ഓരോരുത്തരുടെ ഇഷ്ടം പോലെയാണ്. പക്ഷേ മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഡ്രൈവബിലിറ്റിയും റൈഡ് ക്വാളിറ്റിയാണ്. ഈ 2 കാര്യങ്ങളും കിയ ക്ലാവിസ് EVക്ക് നല്ല പ്ലസ് പോയിന്റ് ഉണ്ട്. അതെനിക്ക് ഇഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. ഇപ്പോൾ 490 കിലോമീറ്ററാണ് കമ്പനി പറയുന്നത്. 400 കിലോമീറ്റർ എനിക്ക് കിട്ടിയെന്ന് പറയുമ്പോൾ ഒരു നല്ല ഡ്രൈവർക്ക്, ഒരു നല്ല ആക്സിലേറ്ററൊക്കെ നന്നായി യൂസ് ചെയ്യുന്ന ഒരു EV ആണ് ഉപയോഗിക്കുന്നതെന്ന് മനസ്സിലാക്കി വണ്ടി ഓടിക്കുന്ന ഒരാൾക്ക് ഒരു പക്ഷേ 450-470 ഒക്കെ സുഖമായിട്ട് സംഘടിപ്പിക്കാൻ അല്ലെങ്കിൽ ഒപ്പിക്കാൻ പറ്റുമായിരിക്കും. ഞാൻ എന്തായാലും അത്രയ്ക്കൊന്നും ശ്രമിച്ചിട്ടില്ല. ഞാൻ നോർമൽ മോഡിൽ ഓടിച്ചു. നാട്ടിൽ ചെന്നിട്ട് കുറച്ച് പേര് വണ്ടി കയറിയിട്ട് അവർക്ക് ഞാൻ സ്പോർട്സ് മോഡ് ഇട്ട് കാണിച്ചു കൊടുത്തത് എന്താ അവസ്ഥയാണത്. പിന്നെ പൂരപ്പറമ്പിൽ ഉൾക്കൂടെ ഓടിച്ചൊക്കെ വളരെ സ്ലോ ആയിട്ടായിരുന്നു. അല്ലെങ്കിൽ അതൊക്കെ ശരിക്കും നമ്മുടെ പരീക്ഷണോട്ടങ്ങളല്ലല്ലോ, നമ്മൾ ചുമ്മാ ഓടിക്കുകയാണ്, വണ്ടി ഓടിക്കുന്ന പോലെ ഓടിക്കുകയാണ്. ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ആസ്പെറിൻ്റെ വീട്ടിൽ പറഞ്ഞ കാര്യമുണ്ട്. നമ്മൾ ഡീസൽ വണ്ടി വാങ്ങിയപ്പോഴാണ് നമ്മൾ മൈലേജ് നോക്കാതെ പെട്രോൾ കാശിൻ്റെ കോസ്റ്റിനെ കുറിച്ച് ചിന്തിക്കാതെ വണ്ടി ഓടിച്ച് തുടങ്ങിയെന്നുള്ളത്. അങ്ങനെ ഒരു ഡ്രൈവാണ് ഈ കിയ ക്ലാവിസ് EV കൊണ്ട് എനിക്ക് കിട്ടിയത്. ഞാൻ എവിടേക്ക് എടുത്ത് പോകുമ്പോഴും അതിനെക്കുറിച്ച്, പെട്രോളിനെ കുറിച്ച് അല്ലെങ്കിൽ ഫ്യൂൽ കൺസംഷനെ കുറിച്ചൊന്നും ആലോചിക്കാതെ ചുമ്മാ എടുത്ത് അങ്ങ് ഓടിച്ച് നടക്കുക എന്നുള്ളതാണ്. അതാണ് EVയുടെ ഒരു പ്രധാനപ്പെട്ട ഗുണം എനിക്ക് തോന്നുന്നു. ആ ഒരു ഗുണം ക്ലാവിസ് EVക്ക് എന്തായാലും ഉണ്ട്. ഇങ്ങനെ ഞാൻ ഓടിച്ചൊരു വണ്ടി എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു MGയുടെ വിൻസറാണ്. MGയുടെ വിൻസർ കഴിയുമ്പോൾ ഈ ഒരു വണ്ടിയാണ് ഇപ്പോൾ അങ്ങനെ ഓടിക്കാൻ പറ്റിയ ഒരു വണ്ടിയായിട്ട് ഞാൻ കാണുന്നത്. ഓക്കെ, ചോപ്പ് സിഗ്നലാണ്, അത് ആൾ കയറിപ്പോയി, സിഗ്നലിൽ കവർ ചെയ്ത് കയറിപ്പോയി ആ വണ്ടിക്ക്. ഓക്കെ, അപ്പോൾ നിങ്ങളൊരു 7 സീറ്റർ നോക്കുകയാണെന്ന് ഞാൻ പറയുന്നില്ല. നിങ്ങളൊരു ഫാമിലി വണ്ടിയാണ് നോക്കുന്നതെങ്കിൽ പോലും ഇലക്ട്രിക് കാറാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ നിങ്ങൾക്ക് ചേരുന്നൊരു വണ്ടിയായിട്ട് ഞാൻ കിയ ക്ലാവിസിനെ പറയും. കാരണം കണ്ടാൽ ചെറുതാ, അതുപോലെ കൊണ്ടുനടക്കാൻ വലിയ ബുദ്ധിമുട്ടില്ല. ഇപ്പോൾ നമുക്ക് നാടൻ റോഡുകളിലൂടെ അല്ലെങ്കിൽ കുഞ്ഞു വഴികളിലൂടെ ഒന്നും ഓടിക്കാനൊരു ബുദ്ധിമുട്ടില്ല, ചെറിയ വണ്ടി വേണ്ടേ. പക്ഷേ റേഞ്ചിലുണ്ട്. ലോങ് ഡ്രൈവ് എന്ന് പറയുന്നത് അത്ര വലിയ പ്രശ്നമല്ല, ബാലികറാമലയല്ല, സുഖമായിട്ട് ഓടിച്ചുകൊണ്ട് നടക്കാം എന്നുള്ള ഗുണം ഈ വണ്ടിക്കുണ്ട്. പിന്നെ ഇത് വീട്ടിൽ ഞാൻ ചാർജ് ചെയ്യാൻ ശ്രമിച്ചിട്ടില്ല. അത് ചാർജ് ചെയ്യുമ്പോഴാണ് ഈ 51.4 kWh ബാറ്ററിയുടെ അവസ്ഥ എനിക്ക് അറിയാൻ പറ്റും. ഞാൻ ചാർജ് ചെയ്തിട്ടില്ല. പക്ഷേ ഫാസ്റ്റ് ചാർജ് ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നു ഏറെക്കുറെ 50 കൂട്ടിയാൽ തന്നെയും ഒരു kWh 24-25 രൂപയല്ലേ വരാം. 10 kWh 240, 210, ഓക്കെ 1200 രൂപയ്ക്ക് ഫുൾ ചാർജ് ചെയ്യേണ്ടി വരും പുറത്ത് ചെയ്യുമ്പോൾ, ഫാസ്റ്റ് ചാർജ് ചെയ്യുമ്പോൾ, DC ഫാസ്റ്റ് ചാർജ് ചെയ്യുമ്പോൾ. അങ്ങനെ നോക്കിയാലും ഒരു ഫുൾ ടാങ്ക് ഡീസൽ അല്ലെങ്കിൽ ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ച് നമ്മൾ ഓടിക്കുന്ന 400 കിലോമീറ്റർ ഓടിക്കുന്ന വണ്ടികളെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇത്
വാല്യൂ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതായത് വാല്യൂ എന്ന് പറയുമ്പോൾ റേഞ്ച് ആൻസൈറ്റിയുടെ കുറവ് ശരിക്കും ഉണ്ട്. അത് ആണ് ഇതിൻ്റെ ഗുണം എന്ന് പറയുന്നത്. കാരണം ഈ റേഞ്ച് ആൻസൈറ്റിയാണ് നമ്മളെപ്പോഴും ഇലക്ട്രിക് വണ്ടി ഓടിക്കുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടിക്കുക. പിന്നെ ഇതിനൊരു സഡൻ ഒരു ആക്സലറേഷൻ നമുക്ക് തോന്നില്ല. 9 സെക്കൻഡ് അല്ലെങ്കിൽ ആ ഒരു ലേറ്റസ്റ്റ് 9 കാണാവുന്ന വണ്ടിയാണ്. പക്ഷേ അത് നമുക്ക് ഫീൽ ചെയ്യൊന്നുമില്ല. നമുക്കത് വളരെ കാം ആൻഡ് ക്വയറ്റായിട്ട് കയറി പോകുന്ന പോലെ തോന്നുള്ളൂ. പിന്നെ ഇതിന് അഡാസ് ലെവൽ 2 ഉണ്ട്. അഡാസ് ലെവൽ 2 എന്ന് പറയുമ്പോൾ നമ്മൾ അഡാപ്റ്റീവ് ക്രൂസ് കൺട്രോൾ യൂസ് ചെയ്താൽ നമുക്ക് വണ്ടി ഓടിച്ച് ഇങ്ങനെ പോകുമ്പോൾ നാട്ടിൻ പുറത്ത് ചെറിയ റോഡുകളിലൂടെ ഞാൻ ട്രൈ ചെയ്ത് നോക്കി. ആ ലൈൻ കീപ്പൊക്കെ അതൊക്കെ വൃത്തിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ മൊത്തത്തിലൊരു ഫീൽ ഗുഡ് കാറാണ്. ഫീൽ ഗുഡ് സിനിമ എന്നൊക്കെ പറയുമ്പോൾ ഒരു ഫീൽ ഗുഡ് കാറാണ് ക്ലാവിസ് EV എന്നുള്ളതാണ്. കാരണം ഇപ്പോൾ ഇതിൻ്റെ ബാറ്ററി പാക്ക് ചെറുതാണെന്ന് പറയാൻ ഫോർ 7 സീറ്റർ പറയുന്ന ആൾക്കാരുണ്ട്. പക്ഷേ NMC ബാറ്ററിയുടെ ഒരു വലിയ ഗുണം എന്ന് പറയുന്നത് എനർജി എഫിഷ്യൻസിയാണ്. ആ ഒരു എഫിഷ്യൻസി എന്ന് പറയുന്നത് ഈ വണ്ടിക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു ബാറ്ററി വെച്ച് ഈ ഒരു ഫ്രണ്ട് വീൽ ഡ്രൈവ് ട്രെയിൻ വെച്ചിട്ട് നമുക്ക് ഇത് ഓടിച്ചുകൊണ്ട് നടക്കാനായിട്ട് ഈസിയാണ് എന്ന് പറയേണ്ടി വരും. പിന്നെ ഒരു പ്ലഷ് ആയിട്ടുള്ള റൈഡ് ഫീല്, കംഫർട്ടബിളായിട്ട് യാത്ര ചെയ്യാന്നുള്ളൊരു ഗുണം എന്ന് പറയുന്നത് അതാണ് ഒരു വണ്ടിക്ക് വേണ്ട ഏറ്റവും വലിയ ഗുണം എനിക്ക് തോന്നുന്നു. ആ ഒരു ഗുണം ഈ ഒരു വണ്ടിക്കുണ്ട്. ഞാൻ ഇതിനൊരു മറ്റുള്ള വണ്ടികളായിട്ടൊന്നും കമ്പയർ ഒന്നുമില്ല. പിന്നെ വേണമെങ്കിൽ ഒരു കമ്പാരിസൺ ആവാം. വിൻസറായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ വിൻസർ 5 സീറ്ററാണ്. കമ്പാരിസൺ ഒരു ലോജിക്കലി ഒരു കമ്പാരിസൺ ചെയ്യേണ്ട കാര്യമില്ല. പക്ഷേ ഇതിന് സ്വിച്ചുകളുണ്ട്. ഇതിൻ്റെ ആ ഒരു പാനലുകളൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ ഈസിയാണ്. പിന്നെ പിന്നിൽ AC, മുന്നിൽ AC, ഇടത്ത് AC ഒക്കെ ഉണ്ട്. പാഡ് ഷിഫ്റ്റേഴ്സ് വെച്ചിട്ട് നമുക്ക് റീജിയനൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ടേ ബ്രേക്ക് ചെയ്യുന്നതിന് പകരം ആ ഒരു പാഡിൽ വെച്ച് കളിക്കാം എന്നുള്ളത് ഒക്കെ എനിക്കിതിരി ഫണ്ണായിട്ട് തോന്നി. നമ്മൾ എക്സ്പെരിമെൻറ്റ് ചെയ്യാണല്ലോ. 1 മണിക്കൂർ 2 മണിക്കൂർ ഓടിക്കുന്ന പോലല്ല ഒരു വണ്ടിയുടെ കൂടെ കുറച്ച് ദിവസം യൂസ് ചെയ്ത് അല്ലെങ്കിൽ ജീവിക്കുമ്പോൾ ആ ഒരു ജീവിതത്തെ സമയത്ത് മനസ്സിലാക്കിയ കാര്യം എന്ന് പറയുന്നത് ഇത് ഒരു നമുക്ക് കൊണ്ടുനടക്കാൻ പറ്റിയൊരു വണ്ടിയാണ് എന്നുള്ളതാണ്. ഇതിൻ്റെ വെന്റിലേറ്റർ സീറ്റ് ആവട്ടെ, ഇരിക്കുന്ന സീറ്റിൻ്റെ പോസ്റ്റർ ആവട്ടെ, ഞാൻ ഇരിക്കുന്ന ഒരു ഓഫീസ് ചെയറിലിരിക്കുന്ന പോലെ കാല് തൂക്കിയിട്ടാണ്. അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു അലോസരങ്ങളില്ല, ക്ഷീണമില്ല. അതുപോലെ ഞാൻ ഇരിക്കുന്ന ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ഒരു ഗ്രീൻ ഹൗസാണ്. നമുക്കെല്ലാം വിസിബിളാണ്. അത്യാവശ്യം നല്ല വെളിച്ചമുണ്ട് ഇതിനകത്ത്. ഇന്റീരിയർ കളർ കൊള്ളാം. ഇപ്പോൾ ആപ്പിൾ കാർപ്ലേ വയർലെസ് അല്ല എന്നുള്ളതൊരു പോരായ്മയായിട്ട് പറയാം. പക്ഷേ ആപ്പിൾ കാർപ്ലേ വയേർഡാണ്. ആ വയേർഡ് ആപ്പിൾ കാർപ്ലേ നല്ല റെസ്പോൺസീവാണ്. അതുപോലെ ഇതിനകത്ത് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ തന്നെ കണ്ടു. എനിക്ക് സ്പോർട്സ് മോഡിൽ ഇട്ടപ്പോൾ വണ്ടി ഒന്നും കൂടി ഒരു പെപ്പിയായിട്ട് ഫീൽ ചെയ്തു. ഇവൻ ഇക്കോ മോഡിൽ ഡ്രൈവ് ചെയ്ത് പോകാൻ, അതായത് ഇക്കോ മോഡിൽ നമുക്ക് ബോറടിക്കാത്തൊരു വണ്ടിയായിട്ട് ക്ലാവിസിനെ കാണാം. ഞാൻ പറയുന്നതേ പല വണ്ടികൾ ഇക്കോ മോഡ് ഡള്ളാണ്, മാരക ഡള്ളാണ്. ഇത് അങ്ങനെ അത്ര വലിയ ഡള്ളൊന്നുമല്ല. നമുക്ക് ഓടിച്ചുകൊണ്ട് നടക്കാവുന്ന ഒരു ഇക്കോ മോഡലൊരു വണ്ടി കൂടിയാണ് ഈ ഒരു ക്ലാവിസ് എന്നുള്ളതാണ്. അപ്പോൾ ക്ലാവിസിൻ്റെ EVക്ക് കുറേ അധികം പ്രത്യേകതകളുണ്ട്. അതിൽ ഞാൻ ഫീച്ചേഴ്സ് കിയയുടെ മുഹമ്മദിലായിട്ടുള്ള ഫീച്ചേഴ്സിനെ മാറ്റി നിർത്തിക്കൊണ്ടാണ് പറയുന്നത്. കാരണം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നമ്മൾ റിവ്യൂ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഫസ്റ്റ് കാണുമ്പോൾ ഒക്കെ പറയുന്ന കാര്യമാണ്. പക്ഷേ വണ്ടി കുറച്ച് ദിവസം ഓടിച്ച് നമ്മൾ കൊണ്ടുനടക്കുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ അറിയേണ്ടത് ഇതിൻ്റെ റേഞ്ച് എന്താ, അത് നമുക്ക് ഇത് വണ്ടിക്ക് ഒരു ഡീസൽ വണ്ടിക്ക് ഒരു പകരക്കാരനാകാൻ പറ്റുമോ, അതല്ലെങ്കിൽ നമുക്കിത് ഡെയിലി ഡ്രൈവറാക്കാൻ പറ്റുമോ. എനിക്ക് തോന്നുന്നില്ല ഒരു 400 കിലോമീറ്ററൊക്കെ ഡെയിലി ഓടിക്കുന്ന ഉണ്ടാവുമായിരിക്കും. പക്ഷേ അതൊക്കെ വളരെ റെയർ ആയിട്ടേ ഉണ്ടാവുള്ളൂ. അങ്ങനെ നോക്കുമ്പോൾ 400 കിലോമീറ്റർ ഓടിക്കാനായിട്ട് ഒരു ചാർജ് മതി, ഒരു ഫുൾ ചാർജ് മതി എന്ന് പറയുമ്പോഴേ ഇപ്പോൾ നമ്മൾ 100 കിലോമീറ്റർ പെർ ഡേ ഓടിച്ചാൽ 4 ദിവസം ഓടിക്കാം. അതല്ലെങ്കിൽ 200 കിലോമീറ്റർ ഓടിക്കുകയാണെങ്കിൽ 2 ദിവസം ഓടിക്കാം. അങ്ങനെ പറയാം. ഇപ്പോൾ ലോങ് ഡ്രൈവ് പോകുമ്പോൾ ഒരു ലഞ്ച് ബ്രേക്കിൽ ഫുൾ ചാർജ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഒരു ഡിന്നർ ബ്രേക്കിൽ ഫുൾ ചാർജ് ചെയ്യാൻ പറ്റും. അങ്ങനെ ആകുമ്പോഴും ഒരു 400-800 കിലോമീറ്റർ ഒരു ദിവസം ഓടിക്കുക എന്നുള്ളത് അതാണ് ഒരു വണ്ടിക്ക് ആവശ്യമുള്ള കാര്യം എന്ന് പറയുമ്പോൾ. ഞാൻ ഇതിൻ്റെ തൊട്ട് മുമ്പ് ഓടിച്ച വണ്ടി എന്ന് പറയുന്നത് XUV 9S ആ ഒരു റൈഡ് എന്ന് പറയുന്നത് എനിക്ക് ഇത്തിരി ബമ്പിയായിട്ട് തോന്നി. ഓക്കെ, എല്ലാവരും പൊക്കി അടിക്കുന്നുണ്ട്, മാരക റൈഡാണ് 9S എന്ന് പറഞ്ഞാൽ. 9Sൻ്റെ റൈഡിനേക്കാളും പ്ലാൻഡായിട്ട് 9Sൻ്റെ റൈഡിനേക്കാളും കുറച്ചുകൂടി മെച്യൂർഡായിട്ട് എനിക്ക് ഈ ഒരു കിയ ക്ലാവിസ് EVയുടെ റൈഡിനെ കുറിച്ച് പറയാൻ പറ്റും. ചെറിയ വീലാണ്, ചെറിയ വണ്ടിയാണ്, ചെറിയ ഒരു സ്വഭാവമാണ് എല്ലാം. പക്ഷെ എന്നാലും ഇതിൽ യാത്ര ചെയ്യാൻ നല്ല സുഖമുണ്ട്. അത് മിഡർ ആവട്ടെ അല്ലെങ്കിൽ ഈ ഒരു ഫ്രണ്ട് സീറ്റ് ആവട്ടെ, ഏറ്റവും ബാക്കിൽ സീറ്റിലും അത്യാവശ്യത്തിന് സ്ഥലമുള്ള വണ്ടി കൂടിയാണിത്. അതായത് നമ്മളിപ്പോൾ ഈ ഒരു കാറ്റഗറി വണ്ടികളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ പുതിയ വന്ന നമുക്ക് അറിയാം ഒരുപാട് 7 സീറ്ററുകൾ നമ്മുടെ നിരത്തിലില്ല EVയുടെ കാര്യത്തിൽ. അതിൽ EV ആയിട്ട് നിൽക്കുന്ന ഒരു വണ്ടി സാധാരണക്കാർക്ക് അപ്രാപ്യമായിട്ടുള്ള വിലകളാണ് കാണാം. ഇതിപ്പോൾ 25 ലക്ഷം രൂപയാണ് ഇതിൻ്റെ ഈ ഒരു ടോപ്പ് എൻഡ് മോഡലിൻ്റെ വില എന്ന് പറയുന്നത്. ഈ ഒരു പ്രൈസിൽ ഇതൊരു വാല്യൂ ഫോർ മണി പ്രൊപ്പോസിഷനാണെന്നല്ല ഞാൻ പറയുന്നത്. ഒരു 7 സീറ്റർ വാങ്ങാണ്, എന്നാൽ പെട്രോളും ഡീസലിനും പകരം ഒരു EV ശ്രമിക്കാൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ ആ ഒരു EV ശ്രമിക്കാനുള്ള താല്പര്യമുണ്ട് എങ്കിൽ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് വാങ്ങി ഓടിച്ച് നോക്കാവുന്ന ഒരു വണ്ടിയായിട്ട് കിയ ക്ലാവിസ് EVയെ കാണാം. ഇത് സ്പോട്ട് ഓൺ ആട്ടോ. ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും ഇതിൻ്റെ നല്ലതാണ്. എന്ന് വെച്ചാൽ റേഞ്ച് നല്ലതാണ്, ഡ്രൈവബിലിറ്റി നല്ലതാണ്, റൈഡ് നല്ലതാണ്, യാത്രാ സുഖമുണ്ട്, പിന്നെ ഫീച്ചേഴ്സ് ഉണ്ട് അത്യാവശ്യം ഒബ്വിയസ്ലി. അപ്പോൾ എല്ലാം കൂടി ചെയ്യുമ്പോൾ ഒരു ഫ്രണ്ടിലാണ് ചാർജിങ് സോക്കറ്റ് അല്ലെങ്കിൽ ചാർജിങ് പോർട്ട് എന്ന് പറയുന്നത്. എന്തായാലും ഇതിൻ്റെ റീജിയൻ മോഡുകൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ ഐപെഡൽ ഡ്രൈവ് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതിലിരിക്കുന്ന സീറ്റിംഗ് പോസ്റ്റർ എനിക്ക് ഇഷ്ടപ്പെട്ടു. വെന്റിലേറ്റർ സീറ്റ് മാരക തണുപ്പല്ല, അതുകൊണ്ട് തന്നെ നമുക്ക് നടുവിലേക്ക് ആ ഒരു കുത്തൽ വരില്ല, വേദനയില്ല. നമുക്ക് എപ്പോഴും യൂസ് ചെയ്യാവുന്ന ഒരു വെന്റിലേറ്റർ സീറ്റാണ്. ചെറിയ തണുപ്പേ ഉള്ളൂ, ചെറിയ വെന്റിലേഷനേ ഉള്ളൂ എന്നുള്ളതാണ്. അതൊക്കെ ഗുണമായിട്ടാണ് പറയുന്നത്. വേണമെങ്കിൽ അത് കോൺസായിട്ട് പറയാം, പക്ഷേ ഞാൻ ഗുണമായിട്ടാണ് പറയുന്നത്. എൻ്റെ ഒരു ഫീൽ എന്ന് പറയുന്നത് ഇതിനകത്ത് യാത്ര ചെയ്യാൻ നല്ല രസമാണ് എന്നുള്ളത് തന്നെയാണ്. ഓടിക്കാനും രസമാണ്, യാത്ര ചെയ്യാൻ രസമാണ്, കൊണ്ടുനടക്കാൻ രസമാണ്. ഒരു ഫാമിലിക്ക് ഉതകുന്നൊരു വണ്ടിയെന്ന് ഈ ഒരു കിയ ക്ലാവിസ് EVയെ പറയാം. ഇതിൻ്റെ ചെറിയ മോഡലിനെ 42 കിലോവാട്ട് ബാറ്ററി. ആ കിലോവാട്ട് അത്രയും ബാറ്ററിയുള്ള വണ്ടിക്ക് ഇത്ര റേഞ്ച് ഉണ്ടാവില്ല. ഞാൻ പറയുന്നത് 24 സംതിങ് എക്സ്ഷോറൂം പ്രൈസ് വിലയുള്ള
ഈ ടോപ്പ് എൻഡ് തന്നെ വാങ്ങണമെന്നാണ്. ഇതിന് പവർ എന്ന് പറയുന്നത് 169 HP ആണ്, 255 Nm. അപ്പോൾ ചെറിയ ബാറ്ററിയുടെ വണ്ടിക്ക് ടോർക്ക് 255 തന്നെ ആയിരിക്കും, പക്ഷേ പവർ വ്യത്യാസം വരും. പിന്നെ ഇതിന് ഫ്രങ്കൊക്കെ ഉണ്ട്, ഒരു 25 ലിറ്റർ ഫ്രങ്കെല്ലാം ഉണ്ട്. അപ്പോൾ സ്റ്റോറേജ് സ്പേസിൻ്റെ കാര്യത്തിൽ അങ്ങനെ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇപ്പോൾ അകത്താണെങ്കിലും ഇപ്പോൾ നടുവിലത്തെ ഒരു കാര്യങ്ങളൊക്കെ ഇരിക്കുന്ന സ്ഥലത്തെ സ്റ്റോറേജ് സ്പേസൊക്കെ നല്ലതാണ്. സ്വിച്ചുകളൊക്കെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. 360 ക്യാമറ കുറച്ച് ഇത്തിരി ക്വാളിറ്റി കുറവുണ്ട്, ഓക്കെ, എന്നാലും യൂസ് കേസൊന്നും കുഴപ്പമില്ല, അങ്ങനെയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ആകെ മൊത്തം ടോട്ടൽ വലിയ കുഴപ്പമില്ലാത്തൊരു വണ്ടിയെന്നല്ല ഞാൻ പറയുന്നത്, ഒരു നല്ല വണ്ടിയെന്നാണ്. അങ്ങനെ ഞാൻ നാട്ടിൽ പോയിട്ട് തിരിച്ചു വന്നേക്കാണ്. തിരിച്ച് ചാർജ് ആക്കാതെ, അതായത് ചാർജിങ് സ്റ്റേഷനിൽ കയറേണ്ടി വരാതെ തിരിച്ചു വരുന്ന എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ ആദ്യത്തെ വണ്ടി ഇതാണ്. ഈ ക്ലാവിസ് EV ആണ്. അതെനിക്ക് ശരിക്കും പ്രൗഡാണ്. ഞാൻ EV ഡ്രൈവ് ചെയ്യാൻ പഠിച്ചു എന്നുള്ളതും ഒരു കാര്യം, ആൻസൈറ്റി കുറഞ്ഞു എന്നുള്ളത് രണ്ടാമത്തെ കാര്യം, ഇതിന് റേഞ്ച് ഉണ്ട് എന്നുള്ളത് മൂന്നാമത്തെ കാര്യം. ഇത് നോക്കിയേ, 73 കിലോമീറ്റർ നമുക്ക് ഇനി ഓടാനുള്ള ചാർജ് ഉണ്ട്. അത് ഞാൻ ഈക്കോ മോഡ് ആക്കുകയാണെങ്കിൽ 75 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ 20% ചാർജ് ബാക്കി. ഓക്കെ, 291.8 ഞാൻ ഓടിയിട്ടോ. അപ്പോൾ ക്ലാവിസ് EV ഒരു നല്ല ഫ്യൂവൽ എഫിഷ്യൻ്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി എഫിഷ്യൻ്റ് ആയിട്ടുള്ള വണ്ടിയാണെന്നുള്ളതൊരു സംശയം വേണ്ട. അപ്പോൾ അത്രേ ഉള്ളൂ. പഞ്ചിൻ്റെ ടെസ്റ്റ് ചെയ്യാൻ പറ്റാത്ത സ്ഥിതിക്ക് നമ്മൾ ആ ടെസ്റ്റ് നമ്മൾ ഈ വണ്ടിയായിട്ട് ചെയ്തിരിക്കുകയാണ്. ഇനി അന്ന് ഇലക്ട്രിക് കാറുകളുടെ കാര്യത്തിൽ ചർച്ച ചെയ്ത കാര്യത്തിൽ പറഞ്ഞ കുറേ കാര്യങ്ങൾ ബാക്കിയുണ്ട്, അത് അടുത്ത EV വണ്ടിയിൽ പറയാം.